ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇടതുപക്ഷം തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ത്രിപുരയിൽ തുടച്ചു മാറ്റി, ബംഗാളിൽ തുടച്ചു മാറ്റി, കേരളത്തിലും തുടച്ചു മാറ്റി. അപ്പോൾ ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിനുള്ള ഏറ്റവും വലിയ വേദി തുറക്കുന്ന ഒന്നായിരിക്കും. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയെ കറക്റ്റ് ചെയ്യുന്നൊരു സമീപനമാണ് സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകളിൽ നിന്ന് വരേണ്ടത് എന്നുള്ളതാണ്. അവരത് ചെയ്തിരുന്നില്ല, മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും ഒട്ടും ചെയ്തിരുന്നില്ല. പിന്നെ ഇവരെ അടുത്ത ഭരണത്തിൽ കൊണ്ടുവരേണ്ട എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്ന ശബ്ദമാണ്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമായിട്ട് മാറുന്ന ഒന്ന്, അതൊരിക്കൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനകത്ത് വരുന്ന ഒരു കാര്യം പോലും അല്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം തിരുത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പം മാത്രമല്ല, എത്ര കാലമായിട്ട് തിരുത്തേണ്ടതാണ്. ആ തിരുത്തലുകളായി നടത്താൻ പറ്റാതെ പോകുന്നത് അതിനകത്ത് തിരുത്തൽ ശക്തി ഇല്ലാതെ വരുന്നതിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് കേരളത്തിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒറ്റ ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ശബ്ദമാണ്. അതിനുള്ള ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അകത്ത് നിൽക്കുന്ന, കമ്മിറ്റികളിൽ നിൽക്കുന്ന, സംവിധാനത്തിൽ നിൽക്കുന്ന, സിസ്റ്റത്തിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുമാണ്. അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഇത് ഒരു ഏകാധിപതിയുടെ കയ്യിൽ ഉള്ള ഒരു സിസ്റ്റമായിട്ടോ സംവിധാനമായിട്ടോ മാറില്ലായിരുന്നു എന്നുള്ളതാണ്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? സെക്രട്ടേറിയറ്റ് എന്താണ് ചെയ്യുന്നത്? കേന്ദ്ര കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടിയെ തിരുത്താൻ കഴിയും. ഇടക്കിടക്ക് തിരുത്താറെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് പോരാ. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ അംഗീകരിച്ച തിരുത്തൽ രേഖകൾ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിനെ കറക്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് പുറത്തു നിർത്തലല്ല, പകരം അവരെ നിരന്തരമായിട്ട് വിമർശിച്ച് നിരന്തരമായിട്ട് കറക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.